അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ലോക മുസ്ലിമീങ്ങൾക്ക് അന്യമായ പുത്തനാശയങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയും ലോക മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ വേണ്ടി സ്വയം നിർമ്മിത തൗഹീദ് പരിചയപ്പെടുത്തുകയും ചെയ്ത വളരെ ഗുരുതരമായ അപകടങ്ങൾക്ക് വിത്തുപാകുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തിത്വമാണ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ തീവ്രമായ രീതിയിൽ രക്തപങ്കിലമായ പോരാട്ടങ്ങളിലൂടെ അതിനെ തീവ്രമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഹാബിസം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം സ്ഥാപിച്ച നേതാവാണ് വഹാബികൾ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഹിജ്റ 1115 നജദിൽ ജനിച്ച് 1206 മരണമടഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ മുഴുവൻ എടുത്തു നോക്കിയാൽ തീർത്തും തീവ്രവാദപരമായ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വാളുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബോധനം. മനുഷ്യരെ കൊന്നുകൊണ്ടും തൻ്റെ ആശയത്തിന് വിരുദ്ധമായി തോന്നുന്ന ആശയം പറയുന്ന ആരുണ്ടോ അവരെ ഒരു ദയയും കൂടാതെ ആക്രമിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഈ വഹാബിസം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചത്. അത് ലോകം അംഗീകരിച്ചതായ ഒരു കാര്യമാണ്, ലോകമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. ഇന്ന് ഭൗതിക തലങ്ങളിൽ വരെ പരിശുദ്ധ ഇസ്ലാമിനെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്ന പല വിഭാഗങ്ങളും ഇസ്ലാമിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗപ്പെടുത്താനുള്ളത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഈ നീചമായ ചരിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്നാൽ ഈ ഒരു ആശയത്തെ പണ്ഡിതന്മാർ ഏത് കാലത്തും ഈ ലോകത്തോട് ഉണർത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് സ്ഥാപിച്ചതായ വഹാബി ആശയം സമാധാനത്തിൽ അധിഷ്ഠിതമല്ല. അതൊരിക്കലും തന്നെ സ്നേഹത്തിന്റെയോ സൗഹാർദ്ദത്തിന്റെയോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു മുഖവും ആ വഹാബിസത്തിന് ഇല്ല എന്നുള്ളത് കേവലമായ ആരോപണങ്ങളിലൂടെ എല്ലാ പണ്ഡിതന്മാർ അത് പറയാറുള്ളത്. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലും വഹാബി പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ അവർ എഴുതി വെച്ച അവരുടെ രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ്. അത്തരത്തിലുള്ള ഒരു വസ്തുതയെ ഈ സമൂഹത്തോട് ഉണർത്തിക്കൊടുക്കുന്ന ഒരു ദൗത്യമാണ് ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സഖാഫി കോട്ടയം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ വളരെ കൃത്യമായ ഓരോ വർഷത്തെയും അദ്ദേഹം കൃത്യമായി അപഗ്രഥനം ചെയ്തുകൊണ്ട് ആ ചരിത്രത്തെ വ്യക്തമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് മറുപടി പറയാനില്ലാത്ത മൗലവി ആ ക്ലിപ്പിട്ടുകൊണ്ട് പരിഹസിക്കുകയും ഉരുണ്ടുമറിയുകയും ചെയ്യുകയാണ്. നമുക്ക് സുന്നികളാണ്, നമ്മളിൽപ്പെട്ട ചില ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗലിദൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത്, സൗദിയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ മുസ്ലിയാരുടെ അസുഖം എന്താണെന്ന് മനസ്സിലായില്ലേ? ഗൾഫിൽ പോകുന്ന സമസ്തക്കാർ വഹാബികളായി മാറുന്നു എന്നതാണ് ഇയാളുടെ പ്രശ്നം. അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് മുസ്ലിയാർ സംസാരിക്കുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ എന്നാണ് മുസ്ലിയാർ പറയുന്നത്. കുറഞ്ഞ ആളുകളൊന്നല്ല മുസ്ലിയാർ, വളരെ കുറഞ്ഞ ആളുകളാണ് ഈ വഹാബിസത്തിൽ പെട്ടുപോകുന്നത്. മതം വേണ്ട വിധത്തിൽ പഠിക്കാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന മതപരമായി യാതൊരു അറിവുമില്ലാത്ത സാധുക്കൾ, അവരിൽ വളരെ തുച്ഛമായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ പെട്ടുപോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, എനിക്കറിയാലോ. ധാരാളം സമസ്തക്കാർ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം സമസ്തക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവരാകെ എത്രയുള്ളത്? ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന റഫീഖ് സലഫി, ഇയാൾ ഏത് മുജാഹിദാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്നിട്ടൊന്ന് പറയണം. KNM ആണെങ്കിൽ KNM ആണ്, ജിന്നാണെങ്കിൽ ജിന്നാണ്. അതല്ല സലാം സുല്ലമിയുടെ ആശയമായിട്ട് പോകുന്ന ആ കടുത്ത തീവ്രവാദമുള്ള മർക്കസ് ദഅവയാണെങ്കിൽ അതാണ്, ചേകനൂരാണെങ്കിൽ അതാണ്. ആട് മുജാഹിദാണോ? ഏത് മുജാഹിദാണ് നിങ്ങളത് പറഞ്ഞു കൊടുക്കും. ആകെ വളരെ തുച്ഛമാളുകൾ. ഒരു നാട്ടിൽ എത്ര മുജാഹിദ് ഉണ്ട് നമുക്ക് വിരലിലിങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റും. അത്രയും തുച്ഛ ആളുകളെ ഇവരുള്ളൂ. ആ ആളുകൾ തന്നെ ഭിന്നിച്ചു പോയി. ഇവർ തന്നെ പരസ്പരം തൗഹീദും ശിർക്കും പറഞ്ഞ് അവർ ഏതൊരു ആശയത്തിന്റെ പേരിൽ വന്നോ ലോക മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ വേണ്ടി ഇബ്നു തൈമിയയുടെ അദ്ദേഹത്തിന്റെ സ്വയം നിർമ്മിത ഫാക്ടറിയിൽ നിർമ്മിച്ചുണ്ടാക്കിയ ലോകത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്ത, ഹബീബരായ തങ്ങൾ പഠിപ്പിക്കാത്ത, സച്ചരിതരായ മുൻഗാമികൾ ഒരാളും പഠിപ്പിക്കാത്ത ഒരു തൗഹീദ്, സ്വന്തം തൗഹീദ് നിർമ്മിച്ചുണ്ടാക്കി ലോക മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ അത് ഏറ്റെടുത്ത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആ ഒരു പാത സ്വീകരിച്ച് ഇവിടെ വഹാബിസം പ്രചരിപ്പിച്ച വഹാബികളെ 8 നിലയിൽ പൊട്ടി. നിങ്ങൾ എത്ര വിഭാഗങ്ങളാ? റഫീഖ് സലഫിങ്ങളെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ എത്ര വഹാബിണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ, നാട്ടുകാരത് കേൾക്കണ്ടല്ലോ. ഒന്ന് എണ്ണി നിങ്ങൾ. ആ വഹാബികൾ തന്നെ ഉള്ള ചോറ് ചട്ടിയിലൊട്ടി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇത് പിളർപ്പാണ് സംഭവിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലിച്ചില്ലിയായി കറുത്ത തണ്ട് പൊട്ടിയതുപോലെ കെണുപ്പിൽ പൊട്ടാണ്. പിന്നെ ഈ ഭിന്നതകളൊക്കെ വരുമ്പോൾ ഇതിലേക്ക് പോകാൻ അണികളില്ല.
ഈ ഒരു ദുരവസ്ഥയിലുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് സ്വന്തം പ്രസ്ഥാനമേതെന്ന് പോലും പറയാനുള്ള ത്രാണിത്തമില്ലാത്ത വിധം മതപ്പതിച്ചു പോയൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അയാൾ പറയാണ്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ പോകുന്നുണ്ട്. എന്തും പറയാലോ, കൊട്ടക്കണക്കിന് അങ്ങനെ പറയാം, എന്തും പറയാം, ആരും പ്രതിഷേധിക്കാൻ വരില്ല. കാരണം ഇതിങ്ങനെ എന്താണ്, വീഡിയോ ക്യാമറ മുന്നിൽ വെച്ചിട്ട് ആളില്ലാത്ത പോസ്റ്റിക്ക് കോളടിക്കുന്ന പരിപാടിയാണ്, റേഡിയോ പ്രഭാഷണം എന്നൊക്കെ പറയാം, അതിലെന്തും വിളിച്ചു പറയാം. അങ്ങനെയുള്ള ഒരു കീർവാണായിട്ട് ഞങ്ങൾ ഇതിനെ കാണുള്ളൂ. ഞങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ അറിയാം ഞങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ സ്റ്റേജിലേക്ക് കല്ലെടുത്തെറിഞ്ഞിരുന്ന ആളുകൾ, എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങളെ പുറത്ത് സ്റ്റേജുമേ എവിടെയും ഞങ്ങൾ കാണില്ല. നിങ്ങളാകെ ഈ റേഡിയോ പ്രഭാഷണത്തിലേ കാണുള്ളൂ. ഒരു തുറന്ന ചർച്ചക്കോ അതല്ലെങ്കിൽ ഒരു തുറന്ന സംസാരത്തിനോ ഒന്നും ഞങ്ങൾ കാണില്ല. നിങ്ങൾ എവിടെ ഏത് കാലം ദുന്യാവിലാണ് ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഏറ് വാങ്ങി ഞങ്ങൾക്ക് അറിയില്ല. എന്തും പറയാലോ ഒരാൾക്ക്, ഞാൻ ഏറ് വാങ്ങിയെന്നും ഇനി വേണമെങ്കിൽ ബഹിരാകാശത്ത് പോയെന്നും ഞാൻ അവിടെ പോയി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പലതും പറയാം. പക്ഷെ ഞങ്ങളാരും അങ്ങനെ ഒരു സംഗതി കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളിവിടെ ചെയ്തൊരു പണി, ഇവിടെയുള്ള ആലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അണികൾക്ക് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്, ജാറങ്ങൾ പൊളിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സുന്ദരമായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന മതേതര രാഷ്ട്രത്തിൽ ഏത് പ്രസ്ഥാനത്തിനും ഏത് മതത്തിനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യവും സൗകര്യവും ഉള്ള രാജ്യത്ത് നിങ്ങൾ ജാറങ്ങൾ പൊളിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ആ കൊന്നു തള്ളുന്ന ചരിത്രങ്ങൾ എഴുതി വെച്ച് പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കും. അപ്പൊ ഇതിനൊന്ന് മറുപടി നിങ്ങൾ പറയണം. നിങ്ങളെ സകലമാന തോന്നിവാസവും ഇവിടെ കാണിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരെ അവഹേളിക്കാനും ആക്രമിക്കാനും അണികളിൽ ഒരു വിഭാഗത്തിന് പ്രചോദനം നൽകിയെന്ന് മാത്രമല്ല, മറ്റൊരു വിഭാഗം അണികളെ നിങ്ങൾ സിറിയയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട സിറിയയിലുള്ള മുസ്ലിമീങ്ങളെ കൊന്നുതള്ളാൻ വേണ്ടി ISIS-ലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്ന രീതിയിൽ ക്ലാസുകൾ എടുത്ത് ഒരുപാട് ചെറുപ്പക്കാരെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ചീത്തപ്പേരും നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നൊരു ചരിത്രം സുന്നികൾക്ക് ഈ സമൂഹത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടില്ല. അന്യമതസ്ഥരുടെ മതചിഹ്നങ്ങൾ അവഹേളിച്ചതിന്റെ പേരിൽ നിങ്ങളെ ജനകീയ വിചാരണ അന്യമതസ്ഥർ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മതത്തെ മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതി നിങ്ങളുടെ ഇബ്നു അബ്ദുൽ വഹാബിലൂടെ അദ്ദേഹത്തിന്റെ ആശയം സ്വീകരിച്ച ഈ സമൂഹത്തിലൂടെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ സമൂഹം അനുഭവിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളെ ഒറ്റയും തെറ്റയുമായി തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നത്, അതിന് മരുന്നിട്ട് കൊടുത്തതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചവർ ഇബ്നു അബ്ദുൽ വഹാബും അയാളുടെ അനുയായികളും തന്നെയാണ്. ഞങ്ങൾ പറയുന്നയും അത് ഞങ്ങൾ കേവലമായ വാദമൊന്നുമല്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ മുഴുവൻ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. NBS പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൽ വഹാബി എന്നതിന് അർത്ഥകൽപ്പന കൊടുക്കുന്നത് ഒരു മുഹമ്മദീയ തീവ്രവാദി വിഭാഗം എന്നാണ്. റഫീഖ് സലഫി അറിയണം, ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ചേർത്ത് വെച്ച് മുഹമ്മദീയ തീവ്രവാദ വിഭാഗം എന്നുള്ള ഒരു ചീത്തപ്പേര് ഒരു സമൂഹത്തിന്റെ പേരിൽ ഇവിടെ എഴുതി വെക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബാണ്. അയാൾ ആശയം പേറിയ വഹാബികളാണ്. അങ്ങനത്തെ ഒരു അണികളെ സുന്നി സമൂഹം ഇവിടെ ബാക്കിയാക്കിയിട്ടില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിന് പ്രചോദനവും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്റെ പ്രസംഗം മുടക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഈ സമസ്തക്കാർ വിട്ടിരുന്ന പല ആളുകളും ഗൾഫിലെത്തിയപ്പോൾ അവർ മാറി. പിന്നെ അവർ നമ്മെ നേരിട്ട് ഫോൺ ചെയ്ത് നമ്മളോട് അവർ പണ്ട് പറ്റിപ്പോയ അബദ്ധങ്ങളെ തുറന്നു പറയുകയും നിരന്തരമായി സലഫി ആശയങ്ങളുടെ പ്രചാരകരായി അവർ മാറുന്നത് ധാരാളം ഉദാഹരണങ്ങൾ എനിക്കെടുത്ത് കാണിക്കാൻ കഴിയും. അങ്ങനെ പലതും നിങ്ങൾക്ക് പറയാൻ പറ്റും. അതൊന്നും നിങ്ങളെ കാര്യത്തിൽ ഉണ്ടായില്ല. ഒരനുഭവം നമ്മളൊന്ന് കാണിച്ചാട്ടി. നിങ്ങൾക്ക് അങ്ങനൊന്നുമില്ല, പച്ചക്കള്ളമാണ്. സുൽത്താനുൽ ഉലമ AP ഉസ്താദ് മതപ്രബോധനവുമായിട്ട് രാജ്യത്തിന്റെ തെരുവീതികളിൽ നടന്നപ്പോ ആ നിസ്വാർത്ഥനായ പണ്ഡിതനെ ഒറ്റയും തെറ്റയുമായി ആക്രമിച്ചു. നിങ്ങൾ അണികൾക്ക് ആക്രമിക്കാൻ പ്രചോദനം കൊടുത്തു. നിങ്ങൾ കൊലപാതക കുറ്റം വരെ ആ പണ്ഡിതന്റെ പേരിൽ ചാർത്തി. നിങ്ങൾ നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ആ വന്യവയോധികരായ പണ്ഡിതനെ അവര് വരുന്ന വേദികളിൽ വെച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാനും കല്ലെറിയാനും അണികളെ വിട്ടു. നിങ്ങൾ ഈ അടുത്ത ദിവസവും അത്തരത്തിലുള്ള ഒരാളുടെ ദുരവസ്ഥ, അദ്ദേഹം അതിൽ നിന്ന് മാറി ചിന്തിച്ച അനുഭവം നേരെ തുറന്നു പറയപ്പെടുകയാണ്. അദ്ദേഹത്തെ സദസ്സിലിരുത്തിക്കൊണ്ട് ഇങ്ങനത്തെ ഒന്നൊരു ചരിത്രം റഫീഖ് സലഫി, നിങ്ങൾ 100 ആണ്ട് ജീവിച്ചാലും 100 ജന്മം 100 ആണ്ട് ജീവിതം 100 ജന്മം നിങ്ങൾക്ക് ലഭിച്ചാലും പറയാനുണ്ടാവില്ല. അതൊക്കെ ആൺകുട്ടിയാൾക്ക് പറഞ്ഞതാണ്, ഹക്ക് പറയുന്നവർക്ക് പറഞ്ഞതാണ്, സത്യത്തിന് വേണ്ടി നാവുന്തിക്കുന്നവർക്ക് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആരെ പേടിക്കണം? ഈ തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കാൻ നടക്കുന്ന നിങ്ങളാര് ആക്രമിക്കാൻ നടക്കുന്നത്? സുന്നികൾ പഠിപ്പിക്കുന്ന ആശയം അതല്ല. അക്രമത്തിലൂടെയല്ല ഇവിടെ സുന്നിസം വളർത്തിയത്, ദീന് വളർത്തിയത്. സുന്നി എന്ന് പറഞ്ഞാൽ അത് ദീനാണ്, ഹബീബരായ തങ്ങളുടെ ദീനാണ്. ആ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ എവിടെയും ഒരു അണുവംശം തീവ്രവാദം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഏതാണെങ്കിലും നിങ്ങൾ പറഞ്ഞു നമുക്ക് പഠിക്കാമെന്നല്ലേ? ഓക്കെ, പഠിക്കാം, നിങ്ങൾ തുടരും, നമുക്കൊന്ന് പഠിച്ചോക്കാം. റഫീഖ് സലഫി മറുപടി പറയണം. നിങ്ങൾ വീഡിയോ ചെയ്താൽ പിന്നെ നിങ്ങളെ കാണില്ല. നിങ്ങൾ മുമ്പ് മാസപ്പിറവിന്റെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, വലിയ ഊക്കിൽ വന്നിന്. നിങ്ങൾ ആധികാരികമായി മറുപടി പറഞ്ഞിട്ട് നിങ്ങളെ പിന്നെ കണ്ടിട്ടില്ല. ആ പോക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ വരണം, വേറെന്തെങ്കിലും പറഞ്ഞിട്ട് വരണ്ട. നിങ്ങളിപ്പോൾ ഈ ചർച്ച ഇട്ട സ്ഥിതിക്ക് നിങ്ങളെ വഹാബിസം എവിടുന്ന് വന്നു എന്ന് ആധികാരികമായി ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ രക്തപങ്കിലമായ നിങ്ങളുടെ രക്തത്തിൽ കലർന്ന
ഒരിക്കലും തന്നെ കൈ കഴുകി വൃത്തിയാകാനോ കൈ കഴുകി രക്ഷപ്പെടാനോ കഴിയാത്ത വിധം വളരെ കളങ്കിതമായ നിങ്ങളുടെ പ്രബോധനത്തിന്റെ വഴികൾ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇനി പറയാൻ പോണ നെട്ടലുണ്ടല്ലോ, നിങ്ങൾ പറയുന്നുണ്ട് പലപ്പോഴും നെട്ടലിന്റെ കഥ. ആ നെട്ടലിന്റെ സ്ഥാനത്ത് പായപ്പിണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറുപടി പറയും ഞങ്ങൾ പറയുന്നതിന്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വ്യക്തിയാണ് വഹാബിസം കൊണ്ടുവന്നത്. അയാൾ ജനിക്കുന്നത് 1703 ക്രിസ്താബ്ദം 1703. ഇത് 2025. അദ്ദേഹത്തിന്റെ വിശ്വാസം അന്ന് കാലത്ത് ഒരാളും അംഗീകരിച്ചില്ല. അന്ന് സൗദി അറേബ്യ ഒന്നുമില്ല. നമ്മുടെ കേരളം പോലെ ആദ്യം കേരളമായിരുന്നത് പോലെ കുറെ നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് പിന്നീട് സൗദി അറേബ്യ ഉണ്ടാക്കിയത്. ഈ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ഇവിടെ പ്രബോധനം ചെയ്ത ആശയം ഒരു പുത്തൻ ആശയമാണ്. അതല്ലെങ്കിൽ അതൊക്കെ ഷെയ്ഖ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളാണ്. ഷെയ്ഖ് ഇവിടെ പ്രബോധനം ചെയ്തത് അതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല എന്ന നിലക്കാണല്ലോ ഈ മുസ്ലിയാർ സംസാരിക്കുന്നത്. തീർച്ചയായും ഉസ്താദ് സംസാരിച്ചത് ആധികാരികമാണ്. അദ്ദേഹത്തെ ഒരാളും ചെവി കൊണ്ടിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്ന ആശയം ഒരു പുതിയ ഇസ്ലാമായിരുന്നു. അതേത് ഇസ്ലാമാ? വഹാബി ഇസ്ലാം. തീവ്രവാദത്തിന്റെ ചരിത്രം മാത്രം അടയാളപ്പെടുത്തി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ഒരു പ്രത്യായ ശാസ്ത്രമായിരുന്നു അത്. അതുകൊണ്ട് സമാധാനത്തിന്റെ വക്താക്കളായ മതത്തിന്റെ ഒരു അനുയായികളും അതിനെ പച്ചക്കൊടി വീശിയിട്ടില്ല, അതിന്റെ കൂടെ നിന്നിട്ടില്ല. ഇത് ഞങ്ങളെ വാദമല്ല, നിങ്ങൾ എഴുതി വെച്ചതാ. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്നുള്ള ഈ പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചു. എന്നാൽ സ്വന്തം നാട്ടിൽ പ്രഥമഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനം ആരും ചെവികൊള്ളുകയുണ്ടായില്ല. ഒരാളും ചെവികൊള്ളാൻ തയ്യാറാകാത്ത ആശയം. എന്തേ കാരണം? തീർത്തും തീവ്രവാദപരമായ ആശയം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഹബീബനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്ത് പരിചയപ്പെടുത്തി കൊടുത്ത നാട്ടിൽ 1300 വർഷക്കാലം തൗഹീദില്ല എന്നാണ് ഈ മൗലവി തട്ടിട്ട് പറയുന്നത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടും? ആ നാട്ടിൽ തൗഹീദ് സ്ഥാപിക്കാൻ ഒരു പുതിയ പ്രവാചകൻ വരേണ്ടി ഒന്നും ആ മുത്ത ഇബ്നു അബ്ദുൽ വഹാബ് എന്നിട്ട് വന്നിട്ട് അയാൾ സ്ഥാപിച്ച പുതിയ ദീനാണ് വഹാബിസം. ഹബീബരായ തങ്ങൾ അവിടുത്തെ ജീവൻ, അവിടുത്തെ ജീവിതം മുഴുവനും ചെലവഴിച്ച് ഒരു സെക്കൻഡ് ഒഴിവാകാതെ ശത്രുക്കളുടെ ആക്ഷേപങ്ങളും അക്രമങ്ങളും വകവെക്കാതെ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് വഫാത്തായി പോയ പുണ്യനാടുകളെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ്? 1300 വർഷക്കാലം അവിടെ തൗഹീദ് ഉണ്ടായിരുന്നില്ല. ഈ ഷെയ്ഖ് വരേണ്ടി വന്നു അവർക്ക്, ഇബ്നു അബ്ദുൽ വഹാബ്. എന്നാൽ അവര് തന്നെ എഴുതി വെക്കുന്ന അയാൾ ആശയം ആരും ചെവി കൊണ്ടില്ല. ഞാൻ ഈ മുസ്ലിയാരെ വെല്ലുവിളിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഗ്രന്ഥങ്ങൾ ഇവിടെ ഇല്ലേ? അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തുകളില്ലേ? മുസ്ലിയാരെ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളിങ്ങനെ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട്, അത് ലഭ്യമായ കാര്യങ്ങളാണല്ലോ, ആ ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയോ? എന്ത് ലിസ്റ്റ് ചെയ്യാൻ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അവിടുത്തെ സ്വഹാബത്തും ഉത്തമ തലമുറക്കാരും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരാശയം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജനങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് അടുത്ത നിങ്ങളുടെ സംസാരത്തിലൂടെ പറയാൻ ധൈര്യമുണ്ടോ, നട്ടല് ഈ മുസ്ലിയാർക്കുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വെല്ലുവിളിക്കാൻ. ആ പറഞ്ഞ നെട്ടല്ലൊക്കെ ആൺകുട്ടിയൊക്കെ പറഞ്ഞാണ്, അത് നിങ്ങൾക്ക് പറഞ്ഞല്ല, അത് ഞങ്ങളെ പോലത്തെ ആൺകുട്ടിയൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് ഉസ്താദിനൊന്നും വെല്ലുവിളിക്കണ്ട. ഉസ്താദിന്റെ ആ ചെറിയ മക്കള് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. എന്താ വെല്ലുവിളിച്ചത്? ഇബ്നു അബ്ദുൽ വഹാബ് എന്തെങ്കിലും ഒരു തെറ്റായ ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് ലിസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇത് ലിസ്റ്റ് ചെയ്യണ്. അയാൾ എന്തെല്ലാം ആശയം ഇവിടെ പഠിപ്പിച്ചണോ എ മുതൽ സെറ്റ് വരെ അയാൾ പഠിപ്പിച്ചത് ഇബ്നു തൈമിയയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ്. ഒന്നും തന്നെ പ്രമാണബദ്ധമായ ആശയങ്ങളല്ല. തെളിയിക്കാനാണെങ്കിൽ നെട്ടലൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് പറഞ്ഞ സാധനമല്ല. ആ നെട്ടലിന്റെ സ്ഥാനത്ത് വായപ്പിണ്ടെങ്കിലും വെച്ചൊരു വഹാബിന്റെ ഈ വെല്ലുവിളിക്കാണ്. ഇബ്നു അബ്ദുൽ വഹാബ് പ്രചരിപ്പിച്ച ഒരു തൗഹീദ്, അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് തെളിയിക്കാൻ റഫീഖ് സലഫിക്ക് എന്നല്ല ആണായി പറഞ്ഞ ഒരൊറ്റ വഹാബിക്കും കഴിയില്ല. ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ച പരിശുദ്ധമായ മതത്തിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന തീവ്രവാദം ഈ പരിശുദ്ധ ദീനിന്റെ ആശയമാണെന്ന് സ്ഥാപിക്കാൻ ഒരൊറ്റ വഹാബിക്കും കഴിയില്ല. അയാൾ പഠിപ്പിച്ചത് മുഴുവനും തീവ്രവാദമാണ്. അയാൾ പഠിപ്പിച്ചത് മുഴുവനും മതവിരുദ്ധതയാണ്. അയാൾ പഠിപ്പിച്ചത് മുഴുവനും ഇബ്നു തൈമിയയുടെ ആശയങ്ങളാണ്. പിന്നെന്താ വ്യത്യാസം? ഇബ്നു തൈമിയ സൗമ്യമായി പറഞ്ഞ ആശയങ്ങളെ തീവ്രമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം. ഇതേ വ്യത്യാസമുള്ളൂ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ രണ്ടും ഒന്നാണ്. ആ ആശയങ്ങൾ സമർത്ഥിക്കാൻ എണ്ണി തയ്യാറുണ്ടെങ്കിൽ സമർത്ഥിക്കാൻ വേണ്ടി രംഗത്ത് വരി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മുഴുവൻ ആശയങ്ങളെയും നിങ്ങൾ കൈവച്ചിട്ടുണ്ട്. ഓരോന്നും എണ്ണി നിങ്ങൾ കൊണ്ടുവന്ന പുത്തനാശയങ്ങൾ തെളിവ് സഹിതം പറ. അപ്പൊ മറുപടി പറയാ ഈ മതത്തെ മുഴുവനും വികൃതാക്കി ആശയങ്ങളെ മുഴുവനും മാറ്റിമറിച്ചിട്ട് പറയാ ഞങ്ങൾക്ക് എന്ത് കുഴപ്പമുണ്ടായത്, ഞങ്ങൾ എന്ത് തെറ്റായ ആശയം പ്രചരിപ്പിച്ച് ലിസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പണ്ടൊരാൾ പറഞ്ഞില്ലേ വല്യാപ്പാക്ക് ഒരു പ്രശ്നമില്ല, വല്യാപ്പാന്റെ തല പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ഉണ്ട്, നിങ്ങളെ തല പോയിട്ടുള്ളൂ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഹെഡ് നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ദീനുൽ ഇസ്ലാമിന്റെ മുഖം നിങ്ങളിലില്ല. ദീനുൽ ഇസ്ലാമിന്റെ മുഖം സഹിഷ്ണുതയുടെ മുഖമാണ്, സമാധാനത്തിന്റെ മുഖമാണ്, സൗഹാർദ്ദത്തിന്റെ മുഖമാണ്. ആ മുഖം നഷ്ടപ്പെട്ടു പോയവരാണ് നിങ്ങൾ. ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പ്രബോധനം ചെയ്ത ആശയം വേറെ ഏതൊരു ഇസമാണ്, അതല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഇയാൾ ഇങ്ങനെ ഷെയ്ഖിന്റെ ചരിത്രം പറയുന്നു, സൗദി അറേബ്യയുടെ ചരിത്രമൊക്കെ ഇയാൾ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നുണ്ടല്ലോ, അതിന്റെ ഓരോ വർഷം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇബ്നു അബ്ദുൽ വഹാബുമായുള്ള ചരിത്രം എന്ത് ഞങ്ങൾ പറഞ്ഞുകണോ അത് ഞങ്ങളുടേതായ ഒരു കേവലമായ ആരോപണമായി പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ എഴുതി വെച്ചതാ ഞങ്ങൾ പറയുന്നത്. മറുപടി പറയണം. മതേതര രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ എഴുതി വെച്ച ആശയങ്ങളും ഈ പുസ്തകവും ഈ കാലഘട്ടത്തിൽ പുറം ലോകം കാണാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾ ഈ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല സലഫി. എന്തേ നിങ്ങൾ ഈ പുസ്തകങ്ങൾ പിൻവലിക്കാൻ കാരണം? എന്തേ നിങ്ങൾക്ക് അടിച്ചു വിതരണം ചെയ്യാത്ര മടി? നിങ്ങൾക്കറിയാം, മതേതര രാഷ്ട്രത്തിൽ മതേതരമായ ആശയം മുറുകെ പിടിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരരക്കാശിന് നിലയും വിലയും ഇല്ലാത്ത ചവറുകളായി ഈ സമൂഹം നിങ്ങളെ തള്ളുമെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങൾ എഴുതി വെച്ചത്? ഇബ്നു അബ്ദുൽ വഹാബ്, ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് നിങ്ങളെ ഷെയ്ഖ് നടത്തിയ പ്രവർത്തനം? അഥവാ തൗഹീദിന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചത് കേവലം നാവും തൂലികയും ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല. ഇബ്നു സഊദിന്റെ മൂർച്ചയേറിയ വാളും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി വാൾ ഉപയോഗിച്ചുകൊണ്ട് ദീൻ എന്ന പേര് ഓമന പേരിട്ട് ഈ പരിശുദ്ധ ദീനിനെ തെറ്റിദ്ധരിപ്പിച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് വിശ്വസിച്ചു എന്ന ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ കൊന്നുതള്ളി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാൾ ഉപയോഗിച്ച് ഇബ്നു സഊദിന്റെ ഭരണത്തിന്റെ തണലിൽ ഇത് നിങ്ങളാണ് കുമ്പസരിക്കുന്നത്. ഇസ്ലാമേതര മതങ്ങളൊന്നുമില്ലാത്തതിനാൽ മതസഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും മുദ്രാവാക്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇസ്ലാമേതര ഒരു മതവുമില്ലാത്ത തീർത്തും മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ തീവ്രവാദ പ്രവർത്തനം നടത്തിയത് എന്ന് ഒരു ലജ്ജയുമില്ലാതെയാണ് നിങ്ങൾ എഴുതി വെച്ചത്. പരിശുദ്ധമായ ദീൻ അംഗീകരിക്കുന്ന കറകളഞ്ഞ മുസ്ലിമീങ്ങളെ അന്യായമായി കൊന്നുതള്ളി നിങ്ങൾ അഭിമാനപൂർവ്വം എഴുതി വെച്ചത് എന്റെ ഈ പുസ്തകം എന്ന് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഈ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്നുള്ള MI മുഹമ്മദ് അലി സുല്ലമി എഴുതിയ പുസ്തകം എന്തേന്ന് പ്രസിദ്ധീകരിക്കാത്തത്? എന്തേന്ന് പുറലോകം കാണിക്കാത്തത്? എന്തേ നിങ്ങൾ പിൻവലിച്ചത്? നിങ്ങളിത് പ്രസിദ്ധീകരിക്കണം. നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ എഴുതി വെച്ചത്. ഇബ്നു സഊദിന്റെ ഖഡ്ഗം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ആദർശ പ്രചരണത്തെ അവർ തിരസ്കരിച്ചതുമില്ല. കേവലമായ ആരോപണമല്ല. ഇബ്നു അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന ഒരു പുതിയ മതമാണെന്നും ആ മതം സഹിഷ്ണുതക്കും സമാധാനത്തിനും പരിശുദ്ധ ദീനിന്റെ സുന്ദരമുഖത്തിനും വിരുദ്ധമായ ആശയമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 വട്ടം ഞങ്ങളത് പറയും. അത് പറയാനുള്ള കൃത്യമായ എവിഡൻസും രേഖയും ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളെ നേതാവല്ലേ ഇത് എഴുതിയത്? ഈ പുസ്തകം നിങ്ങൾ സമൂഹത്തിൽ നിന്ന് പൂഴ്ത്തിയതല്ലേ സലഫിൽ? മറുപടി പറയണം. തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. എന്താണ് മുസ്ലിയാരെ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്? തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ അല്ല. നിങ്ങൾ എഴുതി വെച്ചത് തന്നെ ഉണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രബോധന പ്രവർത്തനം എന്ന പേരിട്ടുകൊണ്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വഹാബി പ്രചരണം, ആ പ്രചരണം നടത്തിയ ക്രൂരമായ രീതികൾ, ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പ്രബോധനം ചെയ്ത് ഇവിടെ വാങ്ങിപ്പോയ പുണ്യനാടുകളിലുള്ള തൗഹീദ് നിങ്ങൾക്ക് തൗഹീദായിരുന്നില്ല. നിങ്ങൾ പറയാ അവിടുന്ന് പോയത് തൗഹീദ് പൂർത്തിയാക്കാതെയാണ്. അവിടുന്ന് പോയതിനു ശേഷം ആ നാട്ടിൽ തൗഹീദ് ഉണ്ടായില്ല. എന്നിട്ട് 1300 കൊല്ലം ആ സമൂഹം മുറുകെ പിടിച്ചു പോന്ന ആ തൗഹീദിന്റെ സുന്ദരമായ ആശയങ്ങളെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ആ മനുഷ്യരെ ക്രൂരമായി കൊന്നുതള്ളുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് നിങ്ങളെ ചരിത്രം ഒന്നല്ല രണ്ടല്ല 100 ചരിത്രങ്ങൾ 100,000 പുസ്തകങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും തൽക്കാലം നിങ്ങൾ മാറ്റിവെച്ച പുസ്തകങ്ങളിൽ പെട്ടതാണ്. പുറലോകം കാണിക്കുക വഹാബികളെ. നിങ്ങളെ ഈ സമൂഹം ഒന്ന് മനസ്സിലാക്കട്ടെ. ഈ സമൂഹം നിങ്ങളൊന്ന് തിരിച്ചറിയട്ടെ. ഏത് തീവ്രവാദ ആശയമാണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൈമാറുന്നത്? നിങ്ങൾ എത്രത്തോളം അപകടകാരികളാണ് ഈ സമൂഹം അറിയട്ടെ, വായിക്കട്ടെ, പഠിക്കട്ടെ. എന്തിനാ ഈ പുസ്തകം നിങ്ങൾ പിൻവലിച്ചത്? നിങ്ങളുടെ നേതാവ് ഈ മൊയ്ദ് മൗലവി എഴുതിയ പുസ്തകത്തിൽ എന്താ നിങ്ങൾ പറഞ്ഞത്? ഹിജ്റ 1216, ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ് അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജ്ദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രക്തങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. നിങ്ങളുടെ മഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി നാടുകളിൽ കാണിച്ച വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്നു. ഇനി പുണ്യനാടുകളോട് നിങ്ങളുടെ സമീപനം എന്തായിരുന്നു സലഫി? ഹബീബരായ തങ്ങളുടെ സുന്ദരമായ ആശയം സ്വീകരിച്ചു പോരുന്ന നാട്ടുകാരെ അവർ നിങ്ങൾക്ക് മുസ്ലിമായില്ല. എന്തേ കാരണം? ഇബ്നു തൈമിയുടെ ആശയം സ്വീകരിക്കാത്തതിന്റെ പേരിൽ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയം അവർ ഏറ്റെടുത്തില്ല എന്നതിന്റെ പേരിൽ നിങ്ങൾ ആ പുണ്യനാടുകളെ കവർച്ച ചെയ്തില്ലേ? പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി.
ആ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ അടക്കം ഖബറുകൾക്ക് മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബകൾ പൊളിച്ചു നീക്കി. എന്നിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കുക, വീഡിയോയിൽ വന്നിട്ട് വഹാബി സലഫി ചോദിക്കുക, എവിടെ കുബ്ബകള്, എവിടെ ജാറങ്ങള്, എവിടെ മദീനത്ത് ജാറം, എവിടെ മക്കത്ത് ജാറം? പൊളിച്ചു നീക്കിയ കഥ എഴുതി വെച്ച പുസ്തകം ഒലക്ക വിഴുങ്ങിയതുപോലെ നിങ്ങൾ മാറ്റിവെച്ചു തൽക്കാലം. പക്ഷെ ആ വിഴുങ്ങിയ ഒലക്ക, ഇരുമ്പൊലക്ക, അത് മുയച്ച് കാണുന്നുണ്ട് സലഫി. ഈ ചരിത്രമൊന്നും മാറ്റിവെക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ചരിത്രത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. പുണ്യ മദീനയിൽ എന്താ നിങ്ങളെ നിലപാട്? പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. സമൂഹം പാരമ്പര്യമായി ഹബീബരായ തങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആ സുന്ദരമായ ചര്യക്കെതിരെ കോടാലി കൊണ്ടും വികാസ് കൊണ്ടും നിങ്ങളുടെ ആയുധങ്ങളെ കൊണ്ടും നിങ്ങൾ കർസേവ നടത്തിയപ്പോൾ, RSSകാരനെ തോൽപ്പിക്കുന്ന കർസേവ നടത്തിയപ്പോൾ, ദീനുള്ള പരിശുദ്ധ ദീൻ ഉൾക്കൊണ്ട മനുഷ്യരുടെ ഹൃദയം പടഞ്ഞു എന്നാണ് നിങ്ങൾ എഴുതി വെച്ചത്. അവരുടെ പ്രതിഷേധം ഉണ്ടായി എന്നാണ് എഴുതി വെച്ചത്. ആ മനുഷ്യർക്കിടയിൽ കടുത്ത അമർച്ചുണ്ടായി. അവർക്ക് പ്രതികരിക്കാൻ പോലും അവസരം കൊടുക്കാത്ത വിധം നിങ്ങൾ അവരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഈ ചരിത്രത്തെ വെളുപ്പിച്ചെടുക്കാൻ റഫീഖ് സലഫി എന്നല്ല 1000 വഹാബി ജന്മം കൊണ്ടാലും നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം രക്തപൂർണമായ ചരിത്രമാണ്, തീവ്രവാദപരമായ ചരിത്രമാണ്, ഭീകരവാദപരമായ ചരിത്രമാണ്, ഈ രാജ്യത്തിരുന്നു കൊണ്ട് പറയാൻ പറ്റാത്ത ചരിത്രമാണ്, ബഹുസ്വര സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്താൻ അറപ്പുള്ള ചരിത്രമാണ്, മടിയുള്ള നാണമുള്ള ചരിത്രമാണ്. ഈ ഒരു പാരമ്പര്യ സലഫി നിങ്ങളെ നേതാവിനുള്ളൂ, നിങ്ങളെ ശൈഖിനുള്ളൂ. ണ്ടല്ലോ. എന്താണ് മുസ്ലിയാരെ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത്? സൗദി അറേബ്യയുടെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ ചില ഭാഗങ്ങൾ വിഴുങ്ങുന്നുണ്ടല്ലോ. ഒരു ഭാഗം ഞങ്ങൾ വീങ്ങിയിട്ടില്ല. സൗദി അറേബ്യയുടെ കൃത്യമായ ചരിത്രം ഒന്നും വീങ്ങാതെ പറയും. ഞങ്ങൾക്കൊന്നും വീങ്ങേണ്ടതില്ല, വീങ്ങേണ്ടതില്ലാത്ത വിധ ചരിത്രം ഇവിടെ തുറന്ന പുസ്തകം പോലെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അൽ മംലക്കത്തു സൗദിയ പ്രസിദ്ധീകരിക്കുന്ന ഉൻവാനുൽ മജ്ദ് ഫീ താരീഖി നജ്ദ്. എന്തിനാ ഞങ്ങൾക്ക് ചരിത്രം വീങ്ങേണ്ട ആവശ്യം? നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് വീങ്ങേണ്ടി വരുന്നു. പുസ്തകങ്ങൾ നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരുന്നു. നജ്ദിൽ കടന്നു കയറി ഇബ്നു സഊദിന്റെ ആ വാളിന്റെ തണലിൽ, അധികാരത്തിന്റെ തണലിലെ ഇബ്നു അബ്ദുൽ വഹാബ് അയാളുടെ ആശയം ഇവിടെ സ്ഥാപിച്ചത്, ആ സ്ഥാപിച്ച ചരിത്രം രക്തപൂർണമായ ചരിത്രം, രക്തച്ചൊരിച്ചിലിന്റെ കഥ പറയുന്ന ചരിത്രം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നജ്ദിലേക്ക് നിങ്ങൾ കടന്നു കയറി ആ നാടിനെ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തി, ആ നാട്ടിലേക്ക് ബലാത്കാരമായി കടന്നു കയറി അങ്ങാടികളിലും വീടുകളിലുമുള്ള മനുഷ്യരെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ കൊന്നുകളഞ്ഞു. ഖബറിന്റെ മേലുള്ള കുബ്ബ നിങ്ങൾ പൊളിച്ചു നീക്കി. നാണല്ലാതെ ചോദിക്കുക, എവിടെ കുബ്ബാന്ന്? പൊളിച്ചു നീക്കിയിട്ടേ നിങ്ങളെ എഴുതി വെച്ചത് ഞങ്ങളല്ല. മറുപടി ഉണ്ടെങ്കിൽ പറയും. ആ കുബ്ബയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ള മുഴുവൻ സമ്പത്തും നിങ്ങൾ പിടിച്ചെടുത്തു. നിങ്ങൾക്ക് ജാറേ പറ്റാത്തുള്ളൂ. ജാറത്തിലുള്ള മുതലും നിങ്ങൾക്ക് ഹലാലാണ്, അവിടെയുള്ള സ്വർണ്ണങ്ങൾ നിങ്ങൾക്ക് ഹലാലാണ്, നിങ്ങളുടെ വയറ് നിറക്കാൻ കിട്ടുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഹലാലാണ്. കാരണം തീർത്തും തീവ്രവാദമാണ്. RSSകാരൻ ഗുജറാത്തിൽ കർസേവ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ദീനി വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മനുഷ്യരെ കൊന്നു തള്ളി അവരുടെ സമ്പത്ത് പിടിച്ചെടുത്ത ചരിത്രം സങ്കടത്തോടുകൂടെ കേൾക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ, ആ ചരിത്രത്തിലൊന്നുമില്ലാത്ത വിധം, ഒരു തുല്യതയും ഇല്ലാത്ത വിധം, സമാനതകളില്ലാത്ത ക്രൂരതയല്ലേ നിങ്ങൾ ചെയ്തത്? ഈ ചരിത്രത്തിൽ മൂടി വെക്കാൻ നിങ്ങൾക്ക് കഴിയോ? ആ നാട്ടിൽ ആ ഖബറുകളുമായി ബന്ധപ്പെട്ടുള്ള രത്നങ്ങളെ കൊണ്ടും വലിയ അലങ്കാര കല്ലുകളെ കൊണ്ടും അലങ്കരിച്ച കല്ലുകൾ നിങ്ങളത് എടുത്തുകൊണ്ടുപോയി. സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ആയുധങ്ങളും മുതലുകളും കവർച്ച ചെയ്തു. വിലയേറിയ മുസ്ഹഫുകളെ വരെ കവർച്ച ചെയ്തു. കായും കണക്കുമില്ലാത്ത കവർച്ച ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയെന്ന് മാത്രമല്ല, വലം യൽബസു ഫിഹാ ഇല്ലാ ലഹ്വതൻ വഖറജു മിൻഹാ ഖുർബ ദുഹരി ബിജമീ തിൽകൽ അംവാൽ. 2000-ഓളം വരുന്ന ആളുകളെ നിങ്ങൾ ആ നാട്ടിൽ കൊന്നുകളഞ്ഞു എന്ന് നിങ്ങളാണ് ചരിത്രം എഴുതി വെച്ചത്. ഉൻവാനുൽ മജ്ദ് ഫീ താരീഖി നജ്ദ് അൽ മംലക്കത്തു സഊദിയ പ്രസിദ്ധീകരിക്കുന്ന കിതാബാണ് എന്റെ കയ്യിൽ. ആണെങ്കിൽ നെട്ടല് എന്ന് പറഞ്ഞില്ല, നിങ്ങൾ അതിന്റെ സ്ഥാനത്ത് ഒരു വായപ്പിണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മറുപടി പറയും. നിങ്ങളെ വസ്തുതാപരമായി ചരിത്രം പറയുന്ന ഒരു പണ്ഡിതനെ കുതിര കയറാൻ വേണ്ടിയിട്ട് പരിഹാസമായിട്ട് ഇറങ്ങിയിട്ട് ആളുകൾക്കിടയിൽ നിങ്ങളെ കല്ലെറിഞ്ഞു എന്നും നിങ്ങളെ കൂക്കി വിളിച്ചു എന്നും ആ ആളുകളൊക്കെ ഇവിടേക്ക് വന്നു എന്നും ഇവിടെ സമൂഹത്തിന് ഒരു പരിചയവും അനുഭവമില്ലാത്ത പാച്ച ബടായും പറഞ്ഞിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ കഴിയില്ല സലഫി നിങ്ങൾക്കതിന്. ചരിത്രം നിങ്ങൾ പറയാത്തത്? ആ ചരിത്രം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ തീരുമാനം.
നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ എഴുതി വെച്ചത് എന്തേ നിങ്ങൾ അറിയാതെ പോയത്? ഓരോന്ന് നിങ്ങളെ പഠിപ്പിക്കും. ആ ചരിത്രം തന്നെയാണ് ഞങ്ങൾ ഈ സമൂഹത്തോട് പറയുന്നത്. അത് അറിയാതെ പോയിട്ടില്ല, അത് പറയാതെ പോയിട്ടില്ല, പറയാതെ പോവുകയുമില്ല. സമൂഹം അറിയണം. പരിശുദ്ധമായ ഇസ്ലാമിനെ ഇത്തരത്തിലുള്ള തീവ്ര കക്ഷികളുടെ പേരും പറഞ്ഞ് തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്നവരറിയണം. ഈ ന്യൂനപക്ഷം വരുന്ന തീവ്രവാദികൾ ഇവരായിട്ടുണ്ടാക്കിയ ചീത്തപ്പേര് മാത്രമേ നിങ്ങൾക്ക് അതിൽ തെളിവായി ഉദ്ധരിക്കാൻ ഉണ്ടാവുകയുള്ളൂ. അത് അവരിലേക്ക് ചേർക്കണം. അവർക്ക് ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അൽ ഇത്തിഹാദ് മാസികയിൽ പുസ്തകം 3 ലക്കം മാറി നിങ്ങൾ എഴുതി വെച്ചതെന്താ? നിങ്ങളുടെ നേതാവ് KC അബൂബക്കർ മൗലവി നവീന നജിദിന്റെ ചരിത്രം എന്ന പേരിൽ. എന്നാൽ വഹാബികൾ ഈ അവസരം മസ്സലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ചു. ഔലിയാക്കളുടെ ഖബർ പൊളിച്ചു എന്ന് നിങ്ങൾ എഴുതി വെക്കുന്നു. ചോദിക്കുക, എവിടെ ഔലിയാക്കളുടെ ഖബർ? എവിടെ കെട്ടിപ്പൊക്കിയ ഖബർ? നിങ്ങൾക്ക് കെട്ടിപ്പൊക്കിയ ഖബറിന്റെ പീറ ഞാൻ വെച്ച. നിങ്ങൾ കട്ടെടുത്ത കുറച്ച് സംഗതികൾ, നിങ്ങൾ കട്ട് മാറ്റി വെച്ച കുറച്ച് സംഗതികൾ, ഇരുമ്പലൊക്കെ പിഴുങ്ങിയിട്ടേ ചുക്കും വെള്ളം കുടിച്ചിട്ട് ഇരിക്കാൻ നിങ്ങൾ ആ ഇരുമ്പലൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ തന്നെ തീരുമാനം. കിതാബുകളിൽ പറഞ്ഞ ചരിത്രങ്ങളും കുബ്ബകളുടെ ചരിത്രങ്ങളും ഒക്കെ അത് വേറെ. അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറച്ചു വെച്ച, നിങ്ങൾ പൊളിച്ച ചരിത്രം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചിട്ട് ഇരുമ്പലൊക്കെ തിന്ന് ആ ചുക്കും വെള്ളം കുടിച്ചിട്ട് അത് മറച്ചു വെക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങളെ വിടാൻ കരുതിയിട്ടില്ല. നിങ്ങൾക്ക് ഇതിനെന്താ മറുപടി ഉള്ളത്? നിങ്ങളെ നേതാവ് എഴുതി വെച്ചത് ഔലിയാക്കളെ ഖബർ പൊളിച്ചു കളഞ്ഞു എന്ന്. അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വെള്ളിവിളക്കുകളും അവർ ഒരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക്, അതായത് വഹാബികൾക്ക്, നിങ്ങളെ ഈ വഹാബിസത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഈ കൂലി തൊഴിലാളികളുണ്ടല്ലോ, ഇബ്നു അബ്ദുൽ വഹാബിന്റെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി രക്തം ചിന്താൻ വേണ്ടി വാളും ഉപയോഗിച്ച് നടക്കുന്ന കൂലി തൊഴിലാളികൾ, അവരെ കുറിച്ച് പ്രയോഗിച്ചതാ പരിശുദ്ധമായ നാടിന്റെ സംരക്ഷകന്മാർ. അവർ വിഹിതിച്ചു കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ ദീൻ അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ കൊന്നു എന്ന് മാത്രമല്ല, അവരെ സമ്പത്ത് അപഹരിച്ചു എന്ന് മാത്രമല്ല, അത് വിതരണം ചെയ്തു, വിധിച്ചു കൊടുത്തു. ഈ ഒരു ചരിത്രമല്ലേ സലഫി നിങ്ങൾക്കുള്ളത്? ഈ ചരിത്ര ഇബ്നു അബ്ദുൽ വഹാബിനുള്ളത്? ഇതിനപ്പുറത്തേക്ക് ഒരു ചരിത്രം സഹിഷ്ണുതയുടെ, സമാധാനത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മതേതര രാഷ്ട്രത്തിലിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ചരിത്രം നിങ്ങളെ നേതാവിനില്ല. ഉണ്ടെങ്കിൽ ഒന്നോട് പറയുന്നത് ആരാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച്? ഒരു സഹിഷ്ണുതയുടെ ചരിത്രം നിങ്ങളെ 4 വഹാബികളല്ലാതെ ആരെഴുതി വെച്ചു? ഇവിടെയുള്ള മാധവൻ പിള്ളയെ പോലെയുള്ള ആളുകൾ വരെ എഴുതി വെക്കുകയാണ്. നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും പറഞ്ഞു വന്ന തീവ്രവാദ പ്രസ്ഥാനമാണ്. നിങ്ങളുടെ ചെയ്തികളാണ്, അതിന്റെ അടയാളങ്ങൾ നിങ്ങളാണ് ഇവിടെ എഴുതി വെച്ചത്. ഈ ചരിത്രത്തെ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഈ ചരിത്രം തന്നെ ഇമാമിയങ്ങളും രേഖപ്പെടുത്തി. മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ഫതഗല്ലബു വമലകു ജമീഅൽ അത്റാഫ് വഹസറു മക്ക, നേരത്തെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ചരിത്രം മക്കയെ നിങ്ങളുടെ ആ നജദിൽ നടപ്പിലാക്കിയ അതേ രീതി പുണ്യമക്കയിൽ നടപ്പിലാക്കിയ ചരിത്രം അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുകയാണ്. ആ നാടിനെ ഉപരോധം ഏർപ്പെടുത്തി അവിടെ കടുത്ത ക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. മനുഷ്യർ നായകളെയും ശവങ്ങളെയും ഭക്ഷിക്കുന്ന സാഹചര്യം ഇബ്നു അബ്ദുൽ വഹാബിന്റെ, ഇബ്നു സഊദിന്റെ വാളും അദ്ദേഹത്തിന്റെ അധികാര തണലും ഉപയോഗിച്ചുള്ള അതിക്രൂരമായ പ്രബോധനത്തിന്റെ പിന്നിലുണ്ടായി എന്ന്. ഇത്രയും വലിയ ഗതികേട് മക്കയിലുള്ള മുസ്ലിമീങ്ങൾക്ക് വരുത്തി വെച്ചു എന്ന് ചരിത്രം പറയുന്നത് ഇമാമിങ്ങളാണ്. ഇമാമിങ്ങൾ പറഞ്ഞു, അവർ നിങ്ങളെ പേരിൽ അപരാധം പറഞ്ഞു എന്ന് പറഞ്ഞാണ് മുങ്ങണ്ട, നിങ്ങൾ എഴുതി വെച്ചതുമാണ്. എന്തെല്ലാം ക്രൂരമായ കൃത്യങ്ങൾ! ധാരാളം ആലിമീങ്ങളെ അയാൾ കൊന്നിട്ടുണ്ട്, ധാരാളം സ്വാലിഹീങ്ങളെ കൊന്നിട്ടുണ്ട്, മുസ്ലിമീൻ സാധാരണക്കാരെ കൊന്നിട്ടുണ്ട്. അയാളായി സൃഷ്ടിച്ചുണ്ടാക്കിയ പുത്തനാശയം അവർ സ്വീകരിച്ചില്ല എന്ന ഒരൊറ്റ കുറ്റമായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പിശാച് ദുർബോധനം നടത്തുന്നതിനനുസരിച്ച് പിടിച്ചെടുത്ത മുതലുകൾ മറ്റുള്ളവർക്കിടയിൽ വിതരണം ചെയ്തു. ഈ ചരിത്രം ആരാ മൗലവി രേഖപ്പെടുത്താത്തത്? ഇതേ ചരിത്രം ഇതിന് സെയിമായി മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ആരാണ്? റഫീഖ് സലഫി ഗൾഫിൽ ജോലിയുണ്ട് എന്നാണല്ലോ. മുഫ്തി മക്ക, മക്കയുടെ ചരിത്രം ഒന്ന് പഠിക്കേ. മക്കയുടെ മുഫ്തിയായിരുന്ന 2ാം ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെച്ചു ഫിത്നത്തുൽ വഹാബിയ വഹസറു മക്ക വഅഹാതു ബിഹാ മിൻ ജമീഇൽ ജിഹാദി. മക്കയെ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തി. വശദ്ദദുൽ ഹിസാറ അലൈഹ വഖതഅ തുറുക വമനഉൽ മീറത. അവിടേക്കുള്ള ഭക്ഷണങ്ങളും അവിടേക്കുള്ള ഗതാഗതവും സൗകര്യങ്ങളും തടസ്സം സൃഷ്ടിച്ചു. ഇസ്രായേലിന്റെ കിരാതന്മാർ ഫലസ്തീനിലും ഗസയിലും നടപ്പിലാക്കുന്ന അതിക്രൂരമായ രംഗം കണ്ട് മനസ്സ് പൊട്ടുന്ന മുസ്ലിമീങ്ങളെ കേൾക്കണം. ഇതിന് സമാനമായ
വിശാലമായ ഒരു ചരിത്രം രാജ്യത്ത് ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയത് വഹാബികളാണ്. അത് നടത്താൻ നേതൃത്വം കൊടുത്ത നേതാവ് വൃത്തികെട്ട മസ്തിഷ്കത്തിന്റെ ഉടമ ഇബ്നു അബ്ദുൽ വഹാബ്. ആ മനുഷ്യൻ വൃത്തികെട്ട ആശയം പറഞ്ഞ തീവ്രവാദിയാണെന്ന് 1000 വട്ടം ഞങ്ങൾ വിളിച്ചു പറയും. എന്താ നിങ്ങൾക്ക് അതിന് പറയാനുള്ളത്? വാസ്തുനിഷ്ഠമായി ഗണ്ണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഗണ്ണിക്ക്. ഇമാമിങ്ങളാണിത് രേഖപ്പെടുത്തിയത്. ഫസ്തദൽ ഹിസാറു അലാ അഹ്ലി മക്ക, മക്കയിൽ പൂർണ്ണമായ ഉപരോധം നടപ്പിലായി. ഹത്താ അകലുൽ കിലാബ്, നായകളെ തിന്നില്ലേ. ലിശിദ്ദത്തിൽ വലാഇ വഖഅദമി വുജൂദിൽ ഖൂത്ത്, കടുത്ത ക്ഷാമം ആ നാട്ടുകാർ അനുഭവിച്ചതിന്റെ പേരിൽ പുണ്യനാടുകളിൽ നായയെ തിന്ന് ജീവൻ നിലനിർത്തേണ്ട ഗതികേട് ആ മനുഷ്യർക്ക് വരുത്തി വെച്ച പ്രത്യായ ശാസ്ത്രത്തിന്റെ പേരാണ് വഹാബിസം. ആ പ്രത്യായ ശാസ്ത്രം ഇവിടെ വിത്തും വെള്ളവും വളവും നൽകി വളർത്തിയ തീവ്രവാദിയുടെ പേരാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അതിന് വിത്ത് വാകുന്ന പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിച്ച കേന്ദ്രം അത് ഇബ്നു തൈമിയ്യയുടെ ഫാക്ടറി ആയിരുന്നു. ഇത് പറയാൻ ഒരു മടി ഞങ്ങൾക്കില്ല. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുകയുമില്ല. ഈ ആശയം നിങ്ങൾ നാടുകളിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. നാടായ നാടുകളിൽ മുഴുവനും ഈ ആശയങ്ങളെ നിങ്ങൾ നടപ്പിലാക്കി. നിങ്ങളെ നേതാവ് എന്താ എഴുതി വെച്ചത്? നിങ്ങളുടെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ കിതാബ് ഓതി പഠിച്ചു. അയാൾ രേഖപ്പെടുത്തുകയാണ്, അയാൾ പേച്ച് പുത്തനാശയത്തിലേക്ക് പോയി തീവ്രമായ ആശയങ്ങൾ സ്വീകരിച്ച് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തപ്പോ അയാൾ എഴുതിയ പുസ്തകത്തിൽ അയാൾ തുറന്ന് സമ്മതിക്കാണ്, അയാൾ തീവ്രവാദത്തിന് വിത്തിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ആ ഒരു ചിന്ത അയാൾ എഴുതി വെക്കുന്നു. ഞാൻ കിതാബ് ഓതി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് നേരെ വിരുദ്ധമായിട്ടാണ്. നേരെ കുത്തനെ മൂപ്പേക്ക് തിരിഞ്ഞത്. കിതാബ് ഓതി പഠിച്ചപ്പോഴേ നേരെ കുത്തനെ തിരിഞ്ഞത്. പടവലങ്ങമാതിരി കീഴ്പ്പെട്ട ഉമർ മൗലവിക്ക് വളർച്ച ഉണ്ടായത്. ഇത്തരം മഖാമുകളും ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന എടുപ്പുകളും ഇടിച്ചു നിരത്തിയാൽ മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷയുള്ളൂ. മതേതര രാഷ്ട്രത്തിലിരുന്ന് മക്ബറ ഉണ്ടാക്കരുതെന്നല്ല നിങ്ങൾ പറഞ്ഞത്. മക്ബറ ഉണ്ടാക്കൽ ശിർക്കാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. മക്ബറകൾ ദീനിന് വിരുദ്ധമാണ് എന്ന ആശയമല്ല നിങ്ങൾ പറഞ്ഞത്. അത് പൊളിച്ചു കളയണമെന്ന് നിങ്ങളെ നേതാവ് സമൂഹത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. അത് ഏറ്റെടുത്ത് നിങ്ങളെ കുഞ്ഞാടുകൾ പൊളിച്ചതായി എഴുതി വെച്ചത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞില്ലേ? ജിഹാദ് 87 എന്ന പേരിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകം ഈ ലോകത്ത് നിങ്ങൾ മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്ന പല രേഖകളുമുണ്ട്. അതൊന്നും മറച്ചു വെച്ച് മുഖം എനിക്ക് രക്ഷപ്പെടാമെന്നും തട്ടമിട്ടുകൊണ്ട് നല്ല ഒരു വീവിയായി ചമഞ്ഞ് ഇവിടെ ദീനിന്റെ സുന്ദരമുഖം ഞങ്ങളിലാണെന്ന് അവകാശപ്പെട്ട് രക്ഷപ്പെടാമെന്നും നിങ്ങൾ വിചാരിച്ചെങ്കിൽ അതിന് വിടാങ്ങളെ കരുതിയിട്ടില്ല. ജിഹാദ് 87 നിങ്ങൾ എടവണ്ണയിലും മറ്റും നടപ്പിലാക്കിയ തീവ്രവാദം ഈ പുസ്തകം മുഴുവനോട് വായിച്ചാണ്ടല്ലോ. വൈദ്യര് കാട് വെട്ടാൻ ഇറങ്ങിയതുപോലെയാണ്. ആ നാട്ടിൽ നിങ്ങൾ നടപ്പിലാക്കിയ വൃത്തികെട്ട രീതികൾ നിങ്ങൾ എഴുതി വെച്ചില്ലേ? പള്ളികൾ പിടിച്ചെടുത്ത് എഴുതി വെച്ചില്ലേ? ഞാനിപ്പോൾ എടുത്ത ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിലും എന്തെല്ലാം വൃത്തികേട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓർമ്മകളുടെ തീരത്ത് എന്നുള്ള ഈ പുസ്തകത്തിൽ സേട്ടുമാരുടെ പണച്ചാക്കുകൾ ഉപയോഗിച്ച് ആലപ്പുഴയിലടക്കം പള്ളികൾ പിടിച്ചെടുത്തതും മുഅ്മിനീങ്ങളായി നിർമ്മിച്ച പള്ളികളും സ്ഥാപനങ്ങളും കയ്യേറിയതും അഭിമാനപൂർവ്വമായി നിങ്ങളെ നേതാവ് എഴുതി വെച്ചേക്ക. മതേതര രാഷ്ട്രത്തിൽ ഈ നേതാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ലേ സലഫി നാടുകാണിയിലേക്ക് നിങ്ങൾ അണികൾ വണ്ടി കയറിയത്? സിറിയയിലേക്ക് നിങ്ങൾ അണികൾ വണ്ടി കയറിയിട്ട് ഈ സമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയത്? നിങ്ങൾ ഇറക്കുകയാണ് മതേതര സമൂഹത്തിനിടയിലേക്ക് ഒരു പുസ്തകം ജിഹാദ്. നിങ്ങളുടെ പുസ്തകത്തിന്റെ പേരാണിത്. നിങ്ങളെ തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന വൃത്തികേടുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം എഴുതിയിട്ട് ജിഹാദ് എന്ന് പേരിട്ടിട്ട് എന്തെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതിൽ എഴുതി വെച്ചു, ഏതെല്ലാം പള്ളികൾ പിടിച്ചത് എഴുതി വെച്ചു. എന്നിട്ട് ഇതിലൊരു ഹെഡിങ് കാണാൻ കഴിയും, വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം പൊളിക്കുക തീരുമാനം ഇவ்விதത്തിലായിരുന്നു. നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. മുഹമ്മദ് നബിയും സ്വഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ ഇത് വെച്ച് ഭരണാധികാരം ലഭിച്ചതിന് ശേഷമാണ് പോൽ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ജാറം പൊളിച്ചത്. മൗലവി ജാറം എവിടെയെന്ന് ചോദിച്ച മൗലവി തട്ടമിട്ട മൗലവി. തട്ടത്തിനെ കുറ്റം പറഞ്ഞിട്ടല്ലോ കേട്ടോ. നിങ്ങളെ ഈ നമ്മളെ നാട്ടിലുള്ള പല വഹാബികൾക്ക് തട്ടവും പറ്റൂല, തൊപ്പിയും പറ്റൂല, തരിക്കെട്ടും പറ്റൂല. നിങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടോട്ടിട്ട് വന്നല്ലോ. അതുകൊണ്ട് പറയുകയാണെങ്കിൽ തട്ടിട്ട് എന്നുള്ള ഒരു പ്രത്യേക പോയിന്റ് ആയിട്ട് എടുക്കും വേണ്ട. തട്ടിട്ടാലും വേണ്ടില്ല, തൊപ്പിട്ടാലും വേണ്ടില്ല. ഓ റഫീഖ് സലഫി, ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊളിച്ച ജാറമേത്? ആണാണെങ്കിൽ പറയും, നട്ടലിന്റെ പകരം വായപ്പിണ്ടിനെങ്കിൽ പറയും. ഹബീബരായ തങ്ങൾ പൊളിച്ച ജാറമേത്? സ്വഹാബത്ത് കൈവച്ച ജാറമേത്? പാച്ചമണ നിങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് കൊട പിടിക്കാൻ എഴുതി വെച്ചേക്കുക. ഹബീബരായ തങ്ങളും സ്വഹാബികളൊക്കെ മക്ക ഫത്ഹായതിനു ശേഷമാണ് പോലും ജാറം പൊളിച്ചത്. എടവണ്ണയിലെ ധീര മുജാഹിദുകളെ മുത്തുനബിന്റെ മേലെയുള്ളവര്, സ്വഹാബത്തിന്റെ മേലെയുള്ളവര്, ഇവര് എടവണ്ണ ഫത്ഹാണിന് മുന്നേ തന്നെ ജാറം പൊളിച്ചു. ഇവരെ തീവ്രവാദത്തിന്റെ ഊക്കാണ് എഴുതി വെച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഈ ചരിത്രമാണ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്.
ആ പാരമ്പര്യം സ്വീകരിച്ച രീതികളാണ് ഈ സമൂഹത്തോട് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് പറയുന്നത് കേവലമായ ആരോപണമല്ല സലഫി. നിങ്ങളൊന്ന് കണ്ണും കാതും തുറന്നിച്ചൊന്ന് ചിന്തിക്കി, ഒന്ന് പഠിക്കി, സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കി. മഹാനായ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ദഅവത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥകൾ എന്തായിരുന്നു സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. സൗദി അറേബ്യയിൽ എന്തോ ഭീകരമായ അവസ്ഥ ഉണ്ടായിരുന്നു. സൗദി അറേബ്യ ഭീകരമായ ഒരു അവസ്ഥയിൽ തീവ്രവാദപരമായി വളരെ പ്രശ്നകലുഷിതമായി നിന്നിരുന്ന ഒരു സാഹചര്യത്തിലെ സമാധാനത്തിന്റെ വെള്ളപ്രാവായിട്ടേ, സമാധാനത്തിന്റെ ദൂതനായിട്ടേ ഇബ്നു അബ്ദുൽ വഹാബ് വന്നതാണ് അല്ലെ. സമാധാനത്തിന്റെ പരമാവധി വിരിക്കാൻ വേണ്ടിയിട്ട് ആ ചരിത്രമല്ലേ നിങ്ങൾ എഴുതി വെച്ചത്? എന്തിനാ സലഫി ചരിത്രത്തെ കൊട്ടിമാട്ടുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുമ്പ് എന്ത് തീവ്രവാദമാണ് ആ രാഷ്ട്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? എന്ത് വിധ്വംസക പ്രവർത്തനമാണ് ആ നാട്ടിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ഇങ്ങനെ കാടടിക്ക് വെടിവെച്ചാൽ പോലെ ചരിത്രം വായിക്കും. ഞങ്ങൾ രേഖകളിൽ നിന്ന് വായിച്ചതുപോലെ ആരാണ് അവിടെ ഭരിച്ചിരുന്നത്? നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ആരാണ്? ആ നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ആരാണെന്നും ആ നാട്ടുരാജ്യങ്ങൾ നിലനിന്നിരുന്ന തീവ്രവാദം ഉണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതേത് രീതിയിലാണെന്നും ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്രപരമായ വസ്തുതകൾ എടുത്ത് ഒന്നാണായിട്ടൊന്ന് വായിക്കും. ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുമ്പ് ഇത്തരത്തിലുള്ള രക്തപങ്കിലമായ ഒരു ചരിത്രം ഇന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന സൗദി അറേബ്യക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇല്ല. ആ ഒരു ആശയാണ് നാസറുദ്ദീൻ സഖാഫി ഉസ്താദ് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. എത്ര മനോഹരമായിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്. 1300 വർഷക്കാലം ഈ സമൂഹം സ്വീകരിച്ചു പോന്ന ആശയമാണോ ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത്? കേവലമായി സൗദി അറേബ്യ പിറവി കൊണ്ടിട്ട് 90ഓളം വർഷമേ ആയിട്ടുള്ളൂ. ആ ഒരു 90ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ആശയമാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ഈ സമൂഹം ചിന്തിക്കേണ്ട ചോദ്യമല്ലേ അത്? 1300 വർഷക്കാലം ഹബീബരായ തങ്ങളെ പ്രബോധനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ കാലയളവ് തൗഹീദില്ലാതെയായി പോയി എന്നുള്ളത് ആരെ വിഡ്ഢിയാക്കാനുള്ള വിഡ്ഢിവേഷം കിട്ടിയിട്ടുള്ള ദുരാരോപണമാണ് നിങ്ങൾ നടത്തുന്നത്. ഇത് ദുരാരോപണമാണ് എന്ന് പറയുമ്പോഴും ഇത് നിങ്ങൾ നടത്തുന്നത് വഞ്ചനയാണെന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ശബ്ദം കുറച്ച് കനക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിരോധമല്ല സലഫിയത്. ഞങ്ങൾക്ക് ചരിത്രപരമായ വസ്തുതകളെയും ചരിത്രത്തെയും പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യുകയും വ്യഭിചരിക്കുകയും ചെയ്തതിലുള്ള ഞങ്ങളുടെ അമർശമാണ് എന്ന് മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൊളിച്ച ജാറങ്ങളുടെയും നിങ്ങളെ തീവ്രവാദത്തിന്റെയും ചരിത്രമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഈ ജാറങ്ങളൊക്കെ ഇവിടുന്ന് വന്നു, ജാറങ്ങൾ പരിശുദ്ധ ദീനിലുണ്ടോ, അങ്ങനെ ഒരു പുണ്യം ദീനിലുണ്ടോ? ഇതൊക്കെ നിങ്ങളെ കുറെ രോഗങ്ങളാണ്. ആ രോഗത്തിനുള്ള മരുന്നുമായിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ ഞാൻ വരുന്നുണ്ട്. വീഡിയോ നീണ്ടുപോകുമെന്നുള്ള പേടിയുണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.